അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അറിയണം എങ്ങനെ ബനാന കേക്ക് ഉണ്ടാക്കിയതെന്ന്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബനാന കേക്കാണ്. ഇന്ന് ഞാൻ 1 മണിക്കൂർ സമയം വേണം ഇതാവാൻ മാത്രം. ഓവനിലാണെങ്കിലും അല്ല നമ്മൾ പാനിൽ വെച്ചിട്ട് ഗ്യാസിലാക്കുകയാണെങ്കിൽ വളരെ നന്നായി വരും. ഒരു ഇതും വേണ്ട, എല്ലാം മിക്സിയിലിട്ട്. അപ്പോൾ ഞാനതെങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിക്കാം. ഒരു ബനാന ബ്രെഡ് ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ബനാന ബ്രെഡ് എന്ന് പറയുന്നത് ബനാന വെച്ചിട്ട് കേക്ക്, അതിന് ബനാന ബ്രെഡ് എന്ന് പറയുക. ഇതൊക്കെ ഫോറിനേഴ്സൊക്കെ ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും ബനാന ബ്രെഡൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല പഴുത്ത 2 പഴം, റോസ്റ്റ പഴമാണിത് കേട്ടോ. ഇത് ഇത്ര വലിപ്പമില്ലെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. അപ്പോൾ ഇത് 2 എണ്ണം, ഒരു 1½ കപ്സ് മൈദ, ഒരു 3/4 കപ്പ് ഷുഗർ. ബ്രൗൺ ഷുഗർ എടുക്കാം, എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാനിത് എടുത്തിരിക്കുകയാണ്. ഇത് 1 കപ്പ് എടുക്കാം, ഞാൻ 3/4 കപ്പ് എടുത്തിട്ടുള്ളൂ. ടു മച്ച് ഷുഗർ വേണമെന്നുള്ളവർക്ക് 1 കപ്പ് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 2 മുട്ട. 1 മുട്ട ഉപയോഗിച്ചാലും മതി, ഞാൻ 2 മുട്ട ഉപയോഗിക്കുന്നുണ്ട്, കുറച്ചും കൂടി സോഫ്റ്റ് ആവും. ഒരു 1/3 കപ്പ് ബട്ടർ ഉരുക്കിയതാണ്. ബട്ടറിനെ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1/3 കപ്പ് ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. എന്നിട്ട് അതിൻ്റെ കൂടെ 1 നുള്ളു ഉപ്പ് ചേർക്കും. അത് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഈ ബനാന ഇങ്ങനെ എടുത്തിട്ട് നല്ല പഴുത്ത ബനാന ആയതിനാൽ നമുക്ക് സ്മാഷ് ചെയ്താൽ കിട്ടുള്ളൂ. അതുകൊണ്ട് ഫോർക്ക് വെച്ചിട്ട് അതൊന്ന് സ്മാഷ് ചെയ്യണം. ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മിക്സിയിലിട്ട് അടിച്ച ചിലപ്പോൾ അവിടെ ഓരോരോ കഷ്ണങ്ങൾ അങ്ങനെ കിടക്കും. ഇതാവുമ്പോൾ ഇങ്ങനെ നന്നായി പഴുത്തതായതുകൊണ്ട് അത് നന്നായി സ്മാഷ് ചെയ്താൽ കിട്ടും. കണ്ടോ, ഇങ്ങനെ നന്നായിട്ടത് സ്മാഷ് ആവണം. ഇത് വളരെ പെട്ടെന്ന് എല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കുക. ഇതാ മുട്ട, ഇപ്പം 2 മുട്ട ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഈ 3/4 കപ്പ് പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ടു. ഇനി അതൊന്നും കൂടി അടിക്കാൻ പോണ്. ഇനി ഒഴിക്കാൻ പോകുന്നത് മെൽറ്റഡ് ബട്ടർ. ഇതെല്ലാം കൂടി അടിച്ചെടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് മാവ് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനെ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഈ 1½ കപ്പ് ഫ്ലോറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, ബാലൻസ് ചെയ്യാനാണത്, 1 നുള്ളു ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതിലേക്ക് അരിച്ചിടുക. ഇതൊന്നിങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു സൈഡിലേക്ക് തന്നെ ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. എപ്പോഴും ഈ കേക്കിൻ്റെ ബാറ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ
ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ബാറ്റർ നന്നായി മിക്സ് ചെയ്തു. ഇതുണ്ടോ, അങ്ങനെയാണ്. ഇനി ഞാനൊരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുകയാണ്. വാനില എസൻസ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തു. ഇനി ആഡ് ചെയ്യുന്നതാണ് ബനാന. ഈ സ്മാഷ് ചെയ്ത ബനാന ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെയൊരു കേക്ക് ലോഫ് ഇങ്ങനെയൊരു പാനിലാണ് ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നത്, ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒഴിച്ചിരിക്കുകയാണ്. ബട്ടർ പേപ്പറിൽ കുറച്ച് വണ്ണമായ നെയ്യും ഒക്കെ തേച്ചു. ഇതിനെ ഇങ്ങനെ ടാപ്പ് ചെയ്യാം. വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാം. അങ്ങനെ ഓക്കെ. ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് 170 ഡിഗ്രീസ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 1 അവർ വയ്ക്കാം. അപ്പം ഞാനിതിനെ ഓവനിൽ വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കാം. ഇപ്പോൾ അതിൻ്റെ ബനാന കേക്ക് റെഡിയായി. കൃത്യം ഒരു മണിക്കൂർ വെച്ചു ഓവനിൽ. നിങ്ങൾക്ക് ഓവനിൽ വെക്കേണ്ട, മറ്റേതിലും വെച്ച് ചെയ്യാം. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് പറയുകയാണ്. അതൊരു പാനിൽ വെച്ചിട്ട് ആ പാന് ചൂടായിട്ട് ഇതിനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം. ഇതെങ്ങനെ കവർ ചെയ്തിട്ട് ഒരു മണിക്കൂറും അത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നോക്കി. ഇപ്പോൾ വളരെ ഇപ്പോൾ അത് നല്ലോണം ആയിട്ടുണ്ട്, പുറത്തൊന്നും വന്നിട്ടില്ല. ഇനി ഞാനിതിനെ കമത്താൻ പോവാണ്. ഇതാ ബനാന കേക്ക് റെഡിയായി. വളരെയധികം ടേസ്റ്റാണ്. ഇതിന് നല്ല മണമാണ്, പഴത്തിൻ്റെ മണം. ഇതാ ഇങ്ങനെ ഓരോരോ പീസായിട്ട് ഇത് നോക്കിക്കോളൂ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. അടിപൊളി ബനാന കേക്കാണ് ഇത്. കുറച്ച് സമയം കൊണ്ട് എല്ലാം മിക്സിയിലിട്ട് അടിക്കുക ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് ഇനി നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത് കാണാം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ബൈ ഫ്രം സുധ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.